ബാസിസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഡേ ടു ഡേ ലൈഫ്, അതായത് നമ്മുടെ ജീവിതത്തിലെ ഡെയിലി റൊട്ടീൻ പോലെ ആയി മാറിയിട്ടുണ്ട് ഇന്നത്തെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെയിലി റൊട്ടീൻ ഈസി ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഓരോ ടാസ്കുകളും പെട്ടെന്ന് ചെയ്യാൻ, ഫാസ്റ്റായി ചെയ്യാൻ, അതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യൻ്റായി ചെയ്യാൻ, ഈസി ആയി ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു ചെറിയ ഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ പല രീതിയിലാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു വലിയ ശാസ്ത്രശാഖ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലോട്ട് വളർന്നിട്ടുണ്ട്. ഓരോ മേഖലയിലും അത് ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന മേഖലയിൽ നമ്മൾ ആദ്യം എടുത്താൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻഫർമേഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പൊതുവേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു അരട്ടെ എന്ന് പറയുന്നൊരു വാട്സപ്പിനെ പോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ ഇമെയിൽ, പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ് നമ്മുടെ ഇമെയിൽ. ഇൻ്റർനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമെയിൽ എന്ന് പറയുന്നത്. എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇമെയിലിനൊക്കെ ശേഷമാണ് നമ്മുടെ എന്ത് വന്നത്, വാട്സപ്പൊക്കെ വന്നത്. അതുപോലെ തന്നെ വീഡിയോ കോൾ സംവിധാനം. ഇപ്പം നമുക്ക് വാട്സപ്പ് കോൾ ചെയ്യായിരുന്നു, ഇതിനു മുന്നേ നമുക്ക് സ്കൈപ്പ് കോളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ്റെ വിവിധ രീതികളാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളുണ്ട്, പലതരം സോഷ്യൽ മീഡിയകളുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ ഒരു തല്ല് തന്നെയാണ് നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ ഓൺലൈൻ മീറ്റിങ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാം, ലൈവായിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയും സൂം വഴിയൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാം. ഇപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകളെ പരസ്പരം കണക്ട് ചെയ്തും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലാസ് എടുക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ് കേരളത്തിലാണെങ്കിൽ ഒരു പക്ഷേ കാണുന്ന ആൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ എന്തിനെ കൊണ്ട് സാധിച്ചു, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ കൊണ്ട് സാധിച്ചു. ദെൻ എഡ്യൂക്കേഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ സൂം, അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. സ്മാർട്ട് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ഏതൊരു സ്കൂളിലും എന്തുണ്ടായിരിക്കും, സ്മാർട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. ഒരു ടി വി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലൊരു PPT ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണോ നമ്മൾക്ക് അവതരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത്, അത് കൃത്യമായിട്ട് ആ കുഞ്ഞിനെ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും സ്മാർട്ട് ക്ലാസ്സുകൾ. അതുപോലെ തന്നെ ലേണിംഗ് ആപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ PSC പഠിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് ആപ്പുകളുണ്ടായിരിക്കും. സംഭവം ആപ്പുകളിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാണുന്ന കുട്ടികൾ കേരളത്തിലുടനീളം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഇരുന്നിട്ടൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഇന്നത്തെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന സാധ്യതകളാണ്. പിന്നെ ഡിജിറ്റൽ ലൈബ്രറികളുണ്ട്. നമുക്ക് സെഡ് ലൈബ്രറി, ZE ലൈബ്രറി, അങ്ങനെയുള്ള കുറേ ലൈബ്രറികളുണ്ട്. ഡിജിറ്റൽ ലൈബ്രറികളാണ്. അതിലൊരുപാട് ബുക്കുകൾ ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഈ Z ലൈബ്രറി എന്നൊക്കെ നമുക്ക് ബുക്കുകൾ, നമുക്ക് ആവശ്യമുള്ള മലയാളത്തിൻ്റെ ബുക്കുകൾ ഒരു പക്ഷേ Z ലൈബ്രറിയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. എനിക്ക് പരിചയമുള്ളൊരു ഡിജിറ്റൽ ലൈബ്രറി പറഞ്ഞതാണ്. നമുക്ക് ഇംഗ്ലീഷിൽ നമ്മളൊരു ടോപ്പിക്, ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന് നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ, വലിയ നമ്മുടെ മെയിനായിട്ടുള്ള, ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മോളിക്കുലർ ബയോളജി നമ്മൾ പഠിക്കുകയെന്ന് വിചാരിക്കും. നമുക്ക് ജീനുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ച വ്യക്തികൾ, വലിയ അതായത് നമ്മുടെ കേംബ്രിഡ്ജ്, അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് പോലെയുള്ള സർവകലാശാലയിൽ ഓതേഴ്സ് എഴുതിയിട്ട്, അല്ലെങ്കിൽ ഏത് പരീക്ഷണത്തെക്കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത്, ആ പരീക്ഷണം യഥാർത്ഥത്തിൽ നടത്തിയ ശാസ്ത്രജ്ഞരുടെ ബുക്ക് വരെ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയും. ഡിജിറ്റൽ ലൈബ്രറീസ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ യൂട്യൂബ് ലേണിംഗ്, ഇപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ് പോലും നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെ ആയിരിക്കും. യൂട്യൂബ് ലേണിംഗ് ഇന്ന് സർവ്വസാധാരണ. എത്രയോ പേരെന്തുണ്ട്, യൂട്യൂബിനെ മാത്രം ആശ്രയിച്ചിട്ട് പലതും പഠിച്ചിട്ടുണ്ട്. PSC മാത്രമല്ല, തയ്യൽ പഠിക്കുന്നവരുണ്ട്, ഡാൻസ് പഠിക്കുന്നവരുണ്ട്, പാട്ട് പഠിക്കുന്നവരുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിന്ന് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ MOOC, അതായത്
കോഴ്സെറ, സ്വയം എന്നൊക്കെ പറയുന്ന ചില പ്ലാറ്റ്ഫോമുകളുണ്ട് നമ്മുടെ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ സ്വയത്തിലൊക്കെ എന്ത് വെച്ചാൽ നമുക്ക് ഏത് വിഷയം വേണമെങ്കിലും, ഇതിപ്പോൾ ബയോടെക്നോളജി വേണോ, കെമിസ്ട്രി വേണോ, ബയോഫിസിക്സ് വേണോ, ഇനി നമ്മുടെ പോളിമർ കെമിസ്ട്രി വേണോ, എന്ത് വേണമെങ്കിലും നമുക്കൊരു ഏത് വിഷയത്തെക്കുറിച്ചാണോ നമുക്ക് പഠിക്കേണ്ടത് അതിൻ്റെ കോഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു 6 മന്ത് കോഴ്സൊക്കെ ആയിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം അവർ നമുക്ക് ക്ലാസ് കൃത്യമായിട്ട് തരും. ഇത്ര വീക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ തരും, അസൈൻമെൻറ്റുകൾ ഉണ്ടായിരിക്കും. നമ്മളതൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു സർട്ടിഫിക്കറ്റും കിട്ടും. സർട്ടിഫൈഡ് ആണ്. ഈ സ്വയത്തിൻ്റെയും കോഴ്സറുടെയൊക്കെ കോഴ്സുകൾക്ക് വാല്യൂ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പോലും ആ ഓരോ കോഴ്സുകൾക്കും എന്തുണ്ട്, കൃത്യമായിട്ടുള്ള വാല്യൂ ഉണ്ട്. അത്തരത്തിലുള്ള വാല്യൂ ആഡഡ് കോഴ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ വഴി നമുക്കിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വിർച്വൽ ലാബുകളുണ്ട്, ഓൺലൈൻ എക്സാംസുകളുണ്ട്. അതൊക്കെ എഡ്യൂക്കേഷനിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫ് കാണുന്നതാണ്. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ ബാങ്കിങ് അറിയാം. നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരിക്കും. നെറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ UPI, ഗൂഗിൾ പേ, ഫോൺ പേ, ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ATMകൾ, മൊബൈൽ വാലറ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവരാണ്. ഇനി കറണ്ട് ബില്ല് നമ്മൾ ഓൺലൈനായിട്ട് കറണ്ട് ബില്ല് അടയ്ക്കും, ഫോൺ ബില്ല് നമ്മൾ അടയ്ക്കും, അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ എടുക്കും. ഇതൊക്കെ എന്താണ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് സേവനങ്ങളാണ്. ദെൻ ഷോപ്പിംഗ്, നമ്മൾ കോമേഴ്സ് സൈറ്റുകളുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള കോമേഴ്സ് സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നടത്താൻ കഴിയും. ദെൻ ഹെൽത്ത് കെയർ എന്നുള്ള മേഖലയിലേക്ക് വരുമ്പോൾ ടെലിമെഡിസിൻ ഉണ്ട്. അതായത് ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ. ഇപ്പം ഞാനൊരു ഡോക്ടറായിരിക്കും, ദൂരെ ആയിരിക്കും എൻ്റെ പേഷ്യൻ്റ് ഉണ്ടായിരിക്കും. നമ്മൾ വീഡിയോ കോൺഫറൻസിൽ വഴിയായിരിക്കും നമ്മൾ പരിശോധിക്കുന്നത്. ദെൻ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കും, നമ്മൾ മരുന്ന് എഴുതി കൊടുക്കും. അത് അവർക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയറോ അവർക്ക് കിട്ടും. അവർക്ക് എന്ത് ചെയ്യാം, മരുന്ന് വാങ്ങാം, യൂസ് ചെയ്യാം. അതുപോലെ ടെലിമെഡിസിനുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ റൂറൽ ഏരിയയിലുള്ള ഹെൽത്തുകൾക്ക് ഒരു പക്ഷേ ഡോക്ടർക്ക് അവിടെ ചെന്ന് പരിശോധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ടെലിമെഡിസിൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് ആപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫിറ്റ് ഉണ്ട്. ഗൂഗിൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിറ്റ്നസ് ട്രാക്കറാണ്. അപ്പോൾ തന്നെ ഡയറ്റ് ആപ്പ്, ചില കുട്ടികളിൽ കാണാം പീരിയഡ്സ് ട്രാക്കർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വാച്ചുകളുണ്ടായിരിക്കും, ബാൻഡുകൾ, അതായത് റെഡ്മിയുടെയൊക്കെ ബാൻഡുകളായി, അതുപോലെ തന്നെ ഐ ബാൻഡുകളൊക്കെ. അത് നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, ഇന്ന് എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര തവണ നമ്മുടെ ഹൃദയം ബീറ്റ് ചെയ്തു, നമ്മുടെ ഓക്സിജൻ ലെവൽ എത്രയെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന ബാൻഡുകൾ. അതൊക്കെ എന്താണ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഭാഗമാണ്. ദെൻ അതുപോലെ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ ICTയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ട്രെയിനിനാവട്ടെ, ഫ്ലൈറ്റിനാവട്ടെ, ബസ്സിനാവട്ടെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഗൂഗിൾ മാപ്പ്, നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് വേണമെങ്കിലും ഗൂഗിൾ മാപ്പ് ഇട്ട് പോകും. അവർ ഈസി ആൻഡ് ഫാസ്റ്റസ്റ്റ് റൂട്ട് നമുക്ക് പറഞ്ഞുതരും. ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റാം, എങ്കിലും അവർ നമുക്ക് കൃത്യമായിട്ട് മാപ്പ് പറഞ്ഞുതരും. ഈവൻ ഇപ്പോൾ നമ്മുടെ ഡയറക്ഷനൊക്കെ കാണിച്ചു തരുമ്പോൾ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആണ് എടുത്ത് നമുക്ക് നമ്മുടെ വീട് വരെ എന്ത് ചെയ്യാം, ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പോൾ തന്നെ GPS നാവിഗേഷൻ, ക്യാബ് സർവീസൊക്കെ എന്താണ്, ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള സൗകര്യങ്ങളാണ്. ദെൻ എൻ്റർടൈൻമെൻറ്റ് വരുമ്പോൾ നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, സോണി ലൈവ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ എന്ത് ചെയ്യാം, സിനിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ മ്യൂസിക്കുകളുണ്ട്. നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പാട്ട് കേട്ടിട്ടായിരിക്കും പോവുക. അതൊക്കെ എന്താണ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗെയിമിങ്, ഗെയിം കളിക്കാത്ത കുട്ടികളെ നമുക്ക് പരിചയം ഉണ്ടാവും ഇല്ല. എൻ്റെ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ ഗെയിം കളിക്കുന്നവരാണ്. ഫുൾ ടൈം അവർ ഗെയിമിലായിരിക്കും. നമ്മൾ പോയി ഫോണോ അല്ലെങ്കിൽ ലാപ്പോ വാങ്ങി വെച്ചാൽ മാത്രമേ അവരതിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അവർ സദാസമയം കളിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയ പോലെയാണ്. നമ്മളൊക്കെ പണ്ട് കളിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് മക്കൾ ഗെയിമിലായിരിക്കും. ദെൻ നമ്മൾ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സർവീസിൻ്റെ കേസാണെങ്കിൽ ഗവേണൻസ് പോർട്ടലുകളുണ്ട്. അതായത് നമുക്ക് ആധാർ, ഡിജി ലോക്കർ ഉണ്ട്, ടാക്സ് ഫയലിങ്ങിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഹൻ, ഇതൊക്കെ എന്താണ്,
നമ്മുടെ ഗവൺമെൻറ് പബ്ലിക് സർവീസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷനുകളുടെ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ വെഡ്ഡിങ് ആൻഡ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സർട്ടിഫിക്കറ്റിന് പോയാലും ഇപ്പോൾ നമുക്ക് PSC തന്നെ പല ആവശ്യങ്ങൾക്കും പല സർട്ടിഫിക്കറ്റുകളും വേണ്ടി വരാം. നമ്മൾ വില്ലേജിൽ പോയി ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ പറയും നമ്മളോട് അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ. ദെൻ അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസറിൻ്റെ സർട്ടിഫിക്കറ്റും വരുന്നത് എങ്ങോട്ട് തന്നെ ആയിരിക്കും, അക്ഷയയിലേക്ക് തന്നെ ആയിരിക്കും. ഇന്ന ദിവസം പോയി ഡൗൺലോഡ് ചെയ്തെന്നായിരിക്കും അവർ നമ്മളോട് പറയാം. ഇതൊക്കെ അതുപോലെ തന്നെ ഗ്രീവിയൻസ് റിഡ്രസൽ ത്രൂ മൊബൈൽ ആപ്പ്. ഗ്രീവിയൻസ് പറഞ്ഞാൽ നമുക്കൊരു പരാതി കിട്ടുകയെന്ന് വിചാരിക്കും. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പരാതി പഠിച്ച് എന്ത് ചെയ്യണം, നമുക്കതിനൊരു പരിഹാരം കാണണം. അങ്ങനെ അത് ഇന്ന് മൊബൈൽ ഫോണുകൾ വഴി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ് ആൻഡ് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിജിറ്റൽ ക്യാമ്പയിനുകളുണ്ട്, ഓൺലൈൻ സർവീസുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബ് പോലെയുള്ള വലിയ വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവയർനെസ് ക്ലാസ്സുകൾ ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ കമ്മ്യൂണിറ്റികളും ഫോംസുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ഒരു പക്ഷേ ഇതിലെവിടെയെല്ലാം നമ്മൾ എല്ലാ ദിവസവും കടന്നു പോകുന്നുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഇതിലേതെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മളെല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ലാതെ ഉള്ള ഒരു ജീവിതത്തിനെക്കുറിച്ച് ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റിക്കൊള്ളണമെന്നില്ല. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് എന്തേ നോക്കുന്നുള്ളൂ, ഡേ ടു ഡേ ലൈഫിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്